സംസ്ഥാന ബിജെപിയിലെ ഫണ്ട് ക്രമക്കേട് ആരോപണങ്ങളിൽ ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ലെന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് അഴിമതി നടന്നതായി വിശ്വസിക്കുന്നില്ലെന്നും ആധികാരികമായി പരാതി ലഭിച്ചാൽ പാർട്ടി സംവിധാനം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഴിമതികൾ നടന്നു എന്നുള്ള പരാതി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അഭിപ്രായവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ, പരിശോധിക്കാൻ സംഘടനാപരമായ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതികൾ ലഭിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി ഒരു മാസം പൂർത്തിയാകുമ്പോൾ 3.81 കോടി യാത്രകൾ നടന്നുവെന്നും പ്രതിദിനം 12.71 ലക്ഷം സ്ത്രീകൾ പദ്ധതി ഉപയോഗിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി CP ജോൺ. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 64% വർദ്ധിച്ചെന്നും പദ്ധതി ടൂറിസം മേഖലയിലും അനുകൂല സ്വാധീനം സൃഷ്ടിച്ചതായും മന്ത്രി പറഞ്ഞു. KSRTCയുടെ 149 കോൾ സെന്റർ 24 മണിക്കൂറും പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രിയദർശിനി പദ്ധതിയിൽ ഇന്നലെ അവസാനിച്ച ഒരു മാസത്തിനിടയിൽ 3.81 കോടി യാത്രകളാണ് നടന്നിട്ടുള്ളത്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5 ലക്ഷം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ടൂറിസം സെക്ടറിനെ കൂടി ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാതെ നല്ല അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട്. വളരെ നാളായിട്ട് ഉള്ള ഒരു പദ്ധതിയായിരുന്നു PM റാഹത്ത് എന്ന പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ, ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ, ജീവൻ അപായമുള്ള ആക്സിഡൻ്റ് ആണെങ്കിൽ അതിന് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ അത് 24 മണിക്കൂറിനകത്ത് റിപ്പോർട്ട് ചെയ്ത് FIR ഇടണം. എന്തായാലും ഇപ്പോൾ ഒരു പൈലറ്റ് പ്രോജക്റ്റ് 50 ദിവസത്തിനകത്ത് നമ്മൾ നടപ്പാക്കി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. അത് ആരംഭിക്കാൻ സാധിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസണ് മുന്നോടിയായി ശബരിമലയിലേക്കുള്ള പ്രധാന റോഡുകളും അനുബന്ധ റോഡുകളും നവംബറോടെ ഉന്നത നിലവാരത്തിൽ നവീകരിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ. റോഡ് മാർക്കിംഗ്, ദിശാ ബോർഡുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും റോഡ് പ്രവൃത്തികൾക്കൊപ്പം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. 2021 മുതൽ റോഡ് നവീകരണം തൃപ്തികരമായിരുന്നില്ലെന്നും ജൽജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിക്കുന്നതിലെ കാലതാമസവും റോഡുകളുടെ അവസ്ഥയെ ബാധിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ അറ്റകുറ്റപ്പണി നിർദ്ദേശങ്ങൾ ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാനും ശബരിമല മേഖലയിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസുകളുടെ നവീകരണം നവംബറോടെ പൂർത്തിയാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഈ മാസം 21-ന് പമ്പയിൽ പ്രത്യേക അവലോകന യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു.